ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മുതലുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മളുടെ മൊഡ്യൂൾ 2-ലെ. ഓക്കെ അല്ലേ? സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, അതിന്റെ മാനേജ്മെന്റ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി തന്നെ നോക്കും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ കറണ്ട് അസറ്റുകളിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റികൾ കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമായി വരുന്ന തുക എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ക്ലിയർ ആണോ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജിങ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. കറണ്ട് അസറ്റിനെയും കറണ്ട് ലൈബിലിറ്റിയെയും മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു മാനേജിങ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് കറണ്ട് അസറ്റിനെയും കറണ്ട് ലൈബിലിറ്റിയെ മാനേജ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഉറപ്പുവരുത്താൻ, അതായത് ബിസിനസ്സിന് ക്യാഷ് പേയ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പേ ചെയ്യാനായിട്ടുള്ള ക്യാഷ് അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം, ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ എൻഷുർ സ്മൂത്ത് ഓപ്പറേഷൻ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സോ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നടത്തുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിനെയും കറണ്ട് ലൈബിലിറ്റിയെയും പ്രോപ്പറായി മാനേജ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ലിക്വിഡിറ്റി ഉറപ്പുവരുത്താൻ, കയ്യിൽ ക്യാഷ്, സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ. അതിനു വേണ്ടിയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ അവിടെ വിശദീകരിച്ചു. അടുത്തതാണ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, WCC. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഫ്രം റോ മെറ്റീരിയൽ, പ്രൊഡക്ഷൻ, സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. ക്ലിയർ ആണോ? അതായത് ഒരു പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ എന്തിലേക്ക് പോകുന്നു? പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്നു. പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോയി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ആയതിനു ശേഷം അത് വിൽക്കുന്നു. വിറ്റതിന് ശേഷം അത് കടത്തിനാണ് ആൾക്കാർ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടാകുന്നു. ഈ ഡെറ്റേഴ്സിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് പൈസ നമ്മൾ മേടിച്ചെടുക്കുന്നു. ഈ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, വീണ്ടും പ്രൊഡക്ഷൻ നടത്തുന്നു, ആ ഗുഡ്സ് വീണ്ടും സെയിൽ നടത്തുന്നു, ഡെറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ കയ്യിൽ പൈസ കളക്ട് ചെയ്യുന്നു. വീണ്ടും ഈ പ്രോസസ് ഇങ്ങനെ സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇതിന്റെ ഇടയിലുള്ള ഈ ടൈം ഗ്യാപ്പിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പൈസ. ഈ പൈസ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സോ ഡെറ്റേഴ്സ്, അവരിൽ നിന്ന് നമ്മൾ എത്ര പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് കറണ്ട് അസറ്റ് ലൈക്ക് ഇൻവെന്ററി ആൻഡ് റിസീവബിൾ ബാക്ക് ഇൻ ടു ക്യാഷ്. നമ്മളുടെ കറണ്ട് അസറ്റുകളായിട്ടുള്ള ഇൻവെന്ററി, ഗുഡ്സ്, അതുപോലെ റിസീവബിൾ മീൻസ് ഡെറ്റേഴ്സ്. രണ്ട് കറണ്ട് അസറ്റാണ്. ഡെറ്റേഴ്സും കറണ്ട് അസറ്റാണ്, ഗുഡ്സ് ഇൻവെന്ററി നമ്മുടെ കറണ്ട് അസറ്റാണ്. ഈ ഗുഡ്സിനെയും ഡെറ്റേഴ്സിനെയും തിരിച്ച് ക്യാഷ് ആക്കി മാറ്റുന്നതിന് എടുക്കുന്ന സമയം, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഗുഡ്സിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ക്യാഷ് ആക്കി മാറ്റുന്നു. അത് വിറ്റ്, ഗുഡ്സ് അത് പ്രൊഡക്ഷൻ നടത്തി, സെയിൽ നടത്തി, വിറ്റ് ക്യാഷ് ആക്കി മാറ്റുന്നു. ഇനിയും ആ ഒരു പ്രോസസ്സിൽ ക്യാഷിനല്ല ക്രെഡിറ്റിനാണ് വിറ്റതെങ്കിൽ ഡെറ്റേഴ്സ് ഉണ്ടാകാം. ഡെറ്റേഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്തെടുക്കുന്നു. ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഗുഡ്സ് എന്ന കറണ്ട് അസറ്റും റിസീവബിൾസ് അഥവാ ഡെറ്റേഴ്സ് എന്ന കറണ്ട് അസറ്റും
ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യുന്നു, ക്യാഷ് എന്ന കറണ്ട് അസറ്റ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് കറണ്ട് അസറ്റ് ലൈക്ക് ഇൻവെന്ററി ആൻഡ് റിസീവബിൾ ബാക്ക് ഇൻ ടു ക്യാഷ്. അപ്പൊ നമുക്ക് എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കണ്ടെത്താം? ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ്. ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനിൽ സെയിൽ നടക്കുന്നു, ക്യാഷിന് സെയിൽ നടക്കുന്നു, പൈസ കിട്ടുന്നു. അതിനകത്ത് നിന്ന് ക്രെഡിറ്റേഴ്സിന് നമ്മൾ അനുവദിച്ചിട്ടുള്ള പേയ്മെന്റ് പീരീഡ്. ക്ലിയർ ആണോ? ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കിട്ടും. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കണ്ടെത്താനുള്ള ഫോർമുല. ക്ലിയർ അല്ലേ? അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ കോമ്പണന്റ്സ് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ഒന്നാമത്തെ കോമ്പണന്റ് ആണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ്. ക്ലിയർ അല്ലേ? RMHP, റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ്. എന്താണ് ഈ റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്? ടൈം റോ മെറ്റീരിയൽ ആർ ഹെൽഡ്. ഒരു ബിസിനസ്സിൽ എത്ര നാൾ റോ മെറ്റീരിയലുകൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പോകാതെ റോ മെറ്റീരിയലായി തന്നെ ഹോൾഡ് ചെയ്യപ്പെടുന്നു. അതാണ് റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് റോ മെറ്റീരിയൽ ഇൻവെന്ററി ഡിവൈഡഡ് ബൈ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പെർ ഡേ. ക്ലിയർ ആണോ? ആവറേജ് റോ മെറ്റീരിയൽ എത്രയുണ്ട് ഡിവൈഡഡ് ബൈ പെർ ഡേ കൺസ്യൂം ചെയ്യപ്പെടുന്ന റോ മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് റോ മെറ്റീരിയലിന്റെ ഹോൾഡിംഗ് പീരീഡ് കിട്ടും. അത് എന്തിന്റെ ഒരു കോമ്പണന്റ്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ കോമ്പണന്റ്. അടുത്ത കോമ്പണന്റ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരീഡ്. ടൈം ടേക്കൺ ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന സമയം, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരീഡ്. എങ്ങനെ അത് കണ്ടെത്താം? ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഡേ. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ്, FGHP. ടൈം ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സ്റ്റോർഡ്. ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് എത്ര നാൾ വിൽക്കുന്നതിന് മുമ്പ് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? അല്ലെങ്കിൽ വിൽക്കാൻ എത്രത്തോളം താമസം എടുക്കുന്നു, അതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ്. ആവറേജ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പെർ ഡേ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡും നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ആദ്യത്തെ 3 കോമ്പണന്റ്സ് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഹോൾഡിംഗ് പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ്. പിന്നെ അടുത്തതാണ് ഡെക്ടർ കളക്ഷൻ പീരീഡ്. ഡെക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ എത്ര പെട്ടെന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ടൈം ടു കളക്ട് ക്യാഷ് ഫ്രം കസ്റ്റമർ അല്ലെങ്കിൽ ഡെക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ടുള്ള ടൈം പീരീഡ്. 30 ദിവസത്തെ കടത്തിനാണ് അതിൽ എടുത്തിട്ട് പോയിട്ടുള്ളതെങ്കിൽ 30 ദിവസത്തിന് ശേഷം നമ്മൾ അത് കളക്ട് ചെയ്യും. ക്ലിയർ ആണ്? 30 ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. സോ ആവറേജ് ഡെറ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ പെർ ഡേ. ആവറേജ് ഡെറ്റർ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ പെർ ഡേ ചെയ്താൽ ഡെറ്റർ കളക്ഷൻ പീരീഡ് കിട്ടും. ക്ലിയർ ആണോ? അടുത്തതാണ് ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ്. ടൈം അലൗഡ് ടു പേ സപ്ലയർ. നമ്മളുടെ സപ്ലയർക്ക് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം, അതാണ് ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ്. ആവറേജ് ക്രെഡിറ്റർ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ കോമ്പണന്റ്സ്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ കോമ്പണന്റ്സ്. ചോദിക്കാം ഇവയിൽ ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിലെ കോമ്പണന്റ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലാത്തത് എന്ന രീതിയിൽ MCQ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഏതൊക്കെയാണ് കോമ്പണന്റ്സ്? റോ മെറ്റീരിയൽ എത്ര നാൾ ഹോൾഡ് ചെയ്യപ്പെടുന്നു, റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര കാലം കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് പീരീഡ്. ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ് ആയതിനു ശേഷം സെയിൽ ആകുന്നതിന് മുൻപ് എത്ര നാൾ ഹോൾഡ് ചെയ്യപ്പെടുന്നു, ഫിനിഷ്ഡ് ഗുഡ് ഹോൾഡിംഗ് പീരീഡ്. ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടേണ്ട പൈസ എത്ര നാൾക്കുള്ളിൽ കളക്ട് ചെയ്യപ്പെടുന്നു, ഡെറ്റർ കളക്ഷൻ പീരീഡ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട പൈസ നമ്മൾ എത്ര നാൾക്കുള്ളിൽ പേ ചെയ്യുന്നു, ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ്. ക്ലിയർ ആണോ? സോ ദീസ് ആർ ദി കോമ്പണന്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഇവയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ കോമ്പണന്റ്സ്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കണ്ടുപിടിക്കാൻ അടുത്തൊരു ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരീഡ് പ്ലസ് ഫിക്സഡ് അല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ് പ്ലസ് ഡെറ്റർ കളക്ഷൻ പീരീഡ് മൈനസ് ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ്. ക്ലിയർ ആണോ? ക്രെഡിറ്റർ പേയ്മെന്റ് ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുക്കേണ്ട പേയ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പൊ ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ് നമ്മൾ കുറയ്ക്കുന്നു, ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ് കുറയ്ക്കുന്നു. അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പറേറ്റിംഗ് സൈക്കിൾ RMHP പ്ലസ് WIP പ്ലസ് FGHP പ്ലസ് DCP ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ക്രെഡിറ്റർ പേയ്മെന്റ് പീരീഡ്. ക്ലിയർ ആണോ?
സോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മാത്രം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ RMHP പ്ലസ് WIP പ്ലസ് SGHP പ്ലസ് DCP മാത്രം ചെയ്താൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. അതിൽ നിന്ന് CPP കുറച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇവ ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരത്തില്ല. ഇൻഡിവിജ്വലി RMHP കണ്ടുപിടിക്കാൻ വേണേ ചോദിക്കാം, ആ രീതിയിൽ ഇൻഡിവിജ്വലി ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫിഗേഴ്സ് എല്ലാം ഡയറക്ട്ലി തന്നതിന് ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം. സോ ആ രീതിയിലായിരിക്കും വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള കാൽക്കുലേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ ആണോ? അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താ? എന്തിന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ മാനേജ് ചെയ്യണം? ഈ രീതിയിൽ പൈസ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പോട്ടെ സ്റ്റോക്ക്, ഇൻവെന്ററിയെയും നമ്മളുടെ ഡെറ്റേഴ്സിനെ ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഇതിനെ എന്തിന് നമ്മൾ മാനേജ് ചെയ്യണം? ഇതിനെ മാനേജ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ്, ഒന്നാമത്തത് ഷോർട്ടർ സൈക്കിൾ, ബെറ്റർ ലിക്വിഡിറ്റി ആൻഡ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്. ഷോർട്ടർ ആണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അധികം ടൈം എടുക്കുന്നില്ല. നമ്മളുടെ ഗുഡ്സ് വിറ്റ് പോകാൻ ടൈം എടുക്കുന്നില്ല. ക്രെഡിറ്റിനാണ് വിറ്റ് പോകുന്നതെങ്കിൽ അവരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ ടൈം എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ട് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ട് ആണെങ്കിൽ അർത്ഥം എന്താണ്? ബെറ്റർ ലിക്വിഡിറ്റി ഉണ്ട്. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ക്യാഷ്, ലിക്വിഡ് ക്യാഷ് വരുന്നുണ്ട്. നമ്മുടെ ഗുഡ്സ് പെട്ടെന്ന് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. ക്രെഡിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ ക്രെഡിറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് പൈസ തരുന്നുണ്ട്. ബെറ്റർ ലിക്വിഡിറ്റി ഉണ്ട് ആൻഡ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കുറവായിരിക്കും. അപ്പൊ ഷോർട്ടർ ആണ് സൈക്കിൾ എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കുറവായിരിക്കും. കാരണം നമുക്ക് ബെറ്റർ ലിക്വിഡിറ്റി ഉണ്ട്, നമ്മളുടെ കയ്യിൽ സഫീഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇനി ലോങ്ങർ സൈക്കിൾ ആണെങ്കിൽ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി കൂടുതൽ പൈസ സ്വരൂപിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. കാരണം ലോങ്ങർ ആണ് സൈക്കിൾ. പൈസ കളക്ട് ചെയ്ത് തിരിച്ചു വരാൻ സമയമെടുക്കും. അപ്പോഴും പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ സാധിക്കത്തില്ല, ദൈനംദിന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി പണം കണ്ടെത്തണം, അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതായിട്ട് വരും. ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഷോർട്ടർ സൈക്കിൾ ആണെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി, അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കുറവായിരിക്കും, കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്. ലോങ്ങർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണെങ്കിൽ കളക്ട് ചെയ്ത പൈസ വരാൻ സമയമെടുക്കും. അതുകൊണ്ട് ആ ഒരു കാലാവധിയിലേക്ക് പൈസ വേണം. വർക്കിംഗ് ക്യാപിറ്റലിൽ ഹയർ ഇൻവെസ്റ്റ്മെന്റ് അവിടെ അത്യാവശ്യമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഒരിക്കലും പ്രൊഡക്ഷൻ നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പണം വേണം. ഷോർട്ടർ സൈക്കിൾ ആണെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്, പ്രശ്നമില്ല. ലോങ്ങർ സൈക്കിൾ ആണെങ്കിൽ പണം കണ്ടെത്തണം. ആ പൈസ കളക്ട് ചെയ്ത് വരുന്ന ഗ്യാപ്പ് കൂടുതലാണ്. ആ ഗ്യാപ്പിലേക്ക് നമുക്ക് പൈസ കണ്ടെത്തി പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ലെങ്ത് ഷോർട്ട് ആണെങ്കിൽ അതിനർത്ഥം എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. നമ്മളുടെ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് തീർക്കാൻ സാധിക്കുന്നു. കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ആ പൈസ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഫാസ്റ്റ് ക്യാഷ് കൺവേർഷൻ ആണ്. ഫാസ്റ്റ് ക്യാഷ് കൺവേർഷൻ ആണ്. ഇനി ലോങ് ആണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്കിൽ ഫണ്ട് ബ്ലോക്ക് ആയി കിടക്കുന്നു, കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു, പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എക്സ്റ്റേണലി വെളിയിൽ നിന്ന് പൈസ കടത്തിനെടുത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. മോർ എക്സ്റ്റേണൽ ഫിനാൻസ് നീഡഡ് ബിക്കോസ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഈസ് ലോങ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് കമ്പനി റിസീവ് പേയ്മെന്റ് ബിഫോർ പേയിങ് സപ്ലയർ. അതായത് സപ്ലയർക്ക് നമ്മൾ പേ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനി റിസീവ്സ് പേയ്മെന്റ്. എക്സാമ്പിൾ ഇ-കൊമേഴ്സ്, FMCG എക്സെട്ര. ഇ-കൊമേഴ്സിലൊക്കെ നമുക്ക് സാധനം കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ കമ്പനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ പൈസ പേയ്മെന്റ് കിട്ടുന്നുണ്ട് ബിഫോർ പേയിങ് സപ്ലയേഴ്സ്. ക്ലിയർ അല്ലേ? സപ്ലയേഴ്സിന് അവർ പേ ചെയ്യുന്നതിന് മുന്നേ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിലേക്ക് പോകുന്നില്ല, അതിനു മുന്നേ തന്നെ കിട്ടേണ്ടുന്ന പൈസ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇ-കൊമേഴ്സിലൊക്കെയാണ് ഈ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വരുന്നത്. ഈ രീതിയിൽ 3 രീതിയിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഷോർട്ട് ആകുമ്പോൾ, ലോങ് ആകുമ്പോൾ, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വരുമ്പോൾ. എന്താ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? ഒന്നുകൂടെ പറയാം. നമ്മുടെ കമ്പനിക്ക് പേയ്മെന്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. കമ്പനിക്ക് ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ
ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കമ്പനിയുടെ പ്രോഡക്റ്റ് അവർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് നടത്തുന്നു, കമ്പനിക്ക് പേയ്മെന്റ് കിട്ടുന്നു. അതിനുശേഷമായിരിക്കും കമ്പനി ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് സപ്ലൈഡ് കളക്ട് ചെയ്ത് ആ ആൾക്ക് കൊടുക്കുന്നത്. ബാക്കി പേയ്മെന്റ്സ് ഒക്കെ അതിനുശേഷമായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇനിഷ്യൽ പേയ്മെന്റ് കമ്പനിക്ക് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ആത്യന്തികമായിട്ടുള്ള ഒബ്ജക്റ്റീവ് കൺവേർഷൻ ഓഫ് റിസീവബിൾസ് ഓർ ഗുഡ്സ് ഇൻ ടു ക്യാഷ് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഈവൻ ബിഫോർ ദി ഇനിഷ്യേഷൻ ഓഫ് ട്രേഡ്. ക്ലിയർ ആണോ? അതാണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഇത്രയും പറഞ്ഞ പോർഷനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ല. ഓക്കെ, ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന്, നേച്ചർ ഓഫ് ബിസിനസ്. നമ്മൾ ഏതു തരം ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസിന്റെ നേച്ചർ ഈ സച്ച് ദാറ്റ് നമുക്ക് എളുപ്പം ഗുഡ്സ് വിറ്റ് തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സപ്ലൈസ് അല്ല കസ്റ്റമേഴ്സ് എളുപ്പം പേയ്മെന്റ് നമുക്ക് നൽകും. അങ്ങനത്തെ നേച്ചറുള്ള ഒരു ബിസിനസ്സിലാണ് ഏർപ്പെടുന്നതെങ്കിൽ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ട് ആയിരിക്കും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ലെസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഷോർട്ടർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും, മാനുഫാക്ചറിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ലോങ്ങർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊരു ബിസിനസ്സുകാരനാണ്, നമ്മൾ ട്രേഡിങ്ങിൽ മാത്രമാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ആരെങ്കിലും ഉണ്ടാക്കിയ സാധനം നമ്മൾ മേടിക്കുന്നു, അതിന് വാല്യൂ അഡീഷൻ കൊടുത്തോ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറിച്ചു വിൽക്കുന്നു. ട്രേഡിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോർട്ടർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും, ലിക്വിഡിറ്റി അവിടെ കൂടുതലായിരിക്കും. നമ്മളൊരു മാനുഫാക്ചറർ ആണെങ്കിൽ ലോങ്ങർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും, ലിക്വിഡിറ്റി കുറവായിരിക്കും. നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വെളിയിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യേണ്ടി വരും വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടി. അതാണ് നേച്ചർ ഓഫ് ബിസിനസിന്റെ കേസ്. അപ്പൊ ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ ഷോർട്ടർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും, മാനുഫാക്ചറിംഗ് ബിസിനസ് ആണെങ്കിൽ ലോങ്ങർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും ആയിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ പോയിന്റ്. പിന്നീടുള്ളത് നമ്മളുടെ ഇൻവെന്ററി പോളിസി എപ്രകാരമാണ്. ക്ലിയർ ആണോ? അതായത് നമ്മൾ നമ്മുടെ സ്റ്റോക്കിനെ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറെ അധികം മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് മെത്തേഡ്, അങ്ങനെ കുറെ ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ്, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഏത് മെത്തേഡാണ് അതിന്റെ ബേസിസിലും വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈക്കിളിന്റെ ലെങ്ത് കൂടും. ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ സൈക്കിൾ. ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ് ആണെങ്കിൽ സൈക്കിൾ കുറവായിരിക്കും, ഷോർട്ടർ സൈക്കിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതായത് വേണ്ടുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് ഓർഡർ വരുമ്പോൾ മാത്രം അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും, നമുക്ക് എളുപ്പം റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും, എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇൻവെന്ററി പോളിസി അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ലെങ്ത് മാറിക്കൊണ്ടേ ഇരിക്കും. പിന്നീട് നമ്മുടെ ക്രെഡിറ്റ് പോളിസി അനുസരിച്ചും മാറും. ലിബറൽ ക്രെഡിറ്റ് പോളിസി, അതായത് നമ്മൾ നമ്മുടെ കടക്കാരോട് പറയുകയാണ് കുറച്ചധികം സമയം എടുത്ത് നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടെ താമസിക്കും. അപ്പോൾ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറച്ചുകൂടെ നീളും, ലോങ്ങർ ആയിരിക്കും. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിയാണ്. എളുപ്പം തന്നെ പൈസ തരണം നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ, അവരങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് എന്താണ്? കുറച്ചുകൂടെ ഷോർട്ടർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും. അപ്പൊ ലിക്വിഡിറ്റി കൂടെ എളുപ്പം കളക്ഷൻ നടക്കും. നമ്മുടെ ക്രെഡിറ്റ് പോളിസി അനുസരിച്ചും WCC മാറും, അതിന്റെ ലെങ്ത് മാറും. അടുത്ത കളക്ഷൻ എഫിഷ്യൻസി. നമുക്ക് എത്ര ബെറ്റർ ആയിട്ട് പൈസ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എത്ര ബെറ്റർ ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നു അത്രയും ഷോർട്ടർ ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. നമ്മുടെ റിക്കവറി എഫിഷ്യന്റ് അല്ല എങ്കിൽ ലോങ് സൈക്കിൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി സപ്ലയർ ടേംസ്. നമുക്ക് ലോങ്ങർ ക്രെഡിറ്റ് അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ ഷോർട്ടർ സൈക്കിൾ. നമ്മൾ ബിസിനസ്സുകാരനാണ്, നമ്മൾ നമ്മുടെ സപ്ലയർക്ക് പൈസ പേ ചെയ്യണം. നമ്മുടെ സപ്ലയർ പറയാം കുറച്ചധികം സമയം എടുത്ത് നീ പേ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് പേ ചെയ്യാൻ സാവകാശമുണ്ട്. അപ്പൊ മറ്റേയാളിൽ നിന്ന് കളക്ട് ചെയ്യാൻ നമുക്ക് ആ ധൃതിയില്ല, നമുക്ക് സാവകാശം കളക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഷോർട്ടർ സൈക്കിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഷോർട്ടർ സൈക്കിൾ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ലിക്വിഡിറ്റി അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കും. കാരണം സപ്ലയർ കുറച്ചുകൂടെ ലോങ്ങർ ക്രെഡിറ്റ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്.
ലോങ്ങർ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു ഷോർട്ടർ സൈക്കിൾ. ഓക്കെ അല്ലേ? സോ ഈ വക ഫാക്ടേഴ്സിന്റെ ബേസിസിൽ WCC വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എഫക്റ്റഡ് ആകും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇൻ ഡിഫറെന്റ് ഇൻഡസ്ട്രി, ഓരോ ഇൻഡസ്ട്രിയിലും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്ങനെയാണ്? ഓക്കെ ആണോ? മാനുഫാക്ചറിങ് മേഖലയിൽ പൊതുവെ ലോങ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ്. ട്രേഡിംഗ് ഓർ റീറ്റെയിൽ മേഖലയിൽ ഒരു മോഡറേറ്റ് ലെവലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ്. IT ആൻഡ് സർവീസ് സെക്ടറിൽ ഷോർട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ്. ഇ കൊമേഴ്സിലൊക്കെ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ടാവും സംടൈംസ് ഇഫ് ദ പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ബിഫോർ ഹാൻഡ്. മുൻകൂട്ടി പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ, പേയ്മെന്റ് ഓൾറെഡി നടത്തിയതിനു ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് നടത്തുന്നുണ്ട് എങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? സോ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ മാനുഫാക്ചറിംഗ് മേഖലയിൽ ലോങ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ട്രേഡിംഗ് റീറ്റെയിൽ മേഖലയിൽ മോഡറേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, IT സർവീസ് സെക്ടറിൽ ഷോർട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സിന്റെ ബേസിസിൽ നെഗറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ടാകാം സംടൈംസ്. അല്ലാത്ത കേസിലാണ് ഈ ഷോർട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ടാകാം. അത് ഷോർട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആയിരിക്കും. FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ ആണോ? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഈസ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടൈം ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പേയ്മെന്റ് ടു സപ്ലയർ. അല്ല, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതും സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതും തമ്മിലുള്ള ടൈം പീരീഡ് അല്ല. ഗ്യാപ് ബിറ്റ്വീൻ എന്താണ്? നമ്മളുടെ പെർട്ടിക്കുലർ കറണ്ട് അസറ്റ്സിനെ ക്യാഷ് ആക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടൈം പീരീഡ് ആണ്. അതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ടൈം ബിറ്റ്വീൻ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റിസീറ്റ് ഓഫ് ക്യാഷ്. സെയിൽ ഓഫ് ഗുഡ്സും റിസീറ്റ് ഓഫ് ക്യാഷും തമ്മിലുള്ള ടൈം ഡിഫറൻസ് അല്ല. അതെന്താണ്? ഫ്രം ദ വെരി ബിഗിനിങ് തുടങ്ങുന്നതാണ്. ടൈം ബിറ്റ്വീൻ പേയ്മെന്റ് ഫോർ റോ മെറ്റീരിയൽ ആൻഡ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ്. ക്ലിയർ ആണോ? പേയ്മെന്റ് ഫോർ റോ മെറ്റീരിയലിന് പേ ചെയ്യുന്നത് തൊട്ട് കസ്റ്റമേഴ്സിൽ നിന്ന് പൈസ കിട്ടുന്നത്, ഇത്രയും കാര്യങ്ങളുടെ ഇടയ്ക്കുള്ള ടൈം പീരീഡ്, ഇതിനെയാണെന്ന് വിളിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. കറണ്ട് അസറ്റുകളെ ക്യാഷ് ആക്കി മാറ്റാനുള്ള ടൈം. ഓക്കെ ആണോ? സോ ആ രീതി മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ടൈം ബിറ്റ്വീൻ പേയ്മെന്റ് ഫോർ റോ മെറ്റീരിയൽ ആൻഡ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. ക്ലിയർ ആണോ? റോ മെറ്റീരിയൽസിനുള്ള പേയ്മെന്റ്, കസ്റ്റമേഴ്സിനുള്ള റിസീറ്റിന്റെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസസ് ദ ലെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? ഏതാണ് താഴെ പറയുന്നവയിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ലെങ്ത് കുറയ്ക്കുന്നത്? ലോങ്ങർ ക്രെഡിറ്റ് ടു കസ്റ്റമർ. കസ്റ്റമറിന് കൂടുതൽ ക്രെഡിറ്റ് പീരീഡ് അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അനുവദിക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ലെങ്ത് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല, റെഡ്യൂസ് ആകത്തില്ല. ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി നമ്മൾ എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറയും. ഇൻവെന്ററി എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. എളുപ്പം പ്രൊഡക്ഷൻ നടത്തി എളുപ്പം വിൽക്കാനായി സാധിക്കും. പൈസ എളുപ്പം കിട്ടും. ഡിലേ ഇൻ റിസീവിംഗ് പേയ്മെന്റ്. പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതിൽ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ലെങ്ത് കൂടത്തേ ഉള്ളൂ. മോർ വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റോക്ക്. കൂടുതൽ വർക്കിംഗ് പ്രോഗ്രസ്സുകൾ ഉണ്ട്, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നില്ല എങ്കിൽ ലെങ്ത് കൂടത്തേ ഉള്ളൂ. അപ്പൊ ലെങ്ത് കുറയ്ക്കുന്നത് എങ്ങനെയാണ്? എഫിഷ്യന്റ് ആയിട്ട് ഇൻവെന്ററിയെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ലെങ്ത് കുറയ്ക്കാൻ സാധിക്കും. സോ ദ ആൻസർ ഈസ് ബി. മൂന്നാമത്തത്, ഇഫ് എ ഫേം ഹാസ് എ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇറ്റ് മീൻസ്, അതിന്റെ അർത്ഥം എന്താണ്? ദ ഫേം കളക്ട് ഫ്രം കസ്റ്റമർ ബിഫോർ പേയിങ് സപ്ലയർ. അതാണ് അതിന്റെ അർത്ഥം. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ ഫേം കളക്ട് ചെയ്യുന്നു ഓൾറെഡി. അവര് സപ്ലയർക്ക് പേ ചെയ്യുന്നതിന് മുന്നേ തന്നെ, കമ്പനി സപ്ലയർക്ക് പേ ചെയ്യുന്നതിന് മുന്നേ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്റ്റിന്റെ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് നമുക്ക് പറയുന്നത്. സി ഇസ് ദ ആൻസർ. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? താഴെ പറയുന്നത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിന്റെ ഭാഗമാകാത്തത്? റോ മെറ്റീരിയൽ ഹോൾഡിംഗ് ഭാഗമാണ്, ഡെറ്റർ കളക്ഷൻ ഭാഗമാണ്, ക്രെഡിറ്റർ പേയ്മെന്റ് ഭാഗമാണ്, ഡിപ്രീസിയേഷൻ ആണ് ഭാഗമാകാത്തത്. ക്ലിയർ ആണോ? സോ ഡിപ്രീസിയേഷൻ എന്തിന്റെ ഭാഗമല്ല? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ല. നമ്മുടെ ഇക്വേഷനിൽ അത് കണ്ടില്ല. ഇക്വേഷനിൽ ഇല്ലാത്തതൊന്നും വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ല. ഏത് ഇക്വേഷൻ ആണ്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ നോക്കിയായിരുന്നു. റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ് പ്ലസ്
DCP, debtor credit period minus creditors payment period. Clear ആണോ? Debtor collection period minus creditor payment period. So ഇത്രയും കോമ്പണൻസ് ആണ് എന്തിനുള്ളത്? വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. ഇതല്ലാത്ത മറ്റേതെങ്കിലും ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോമ്പണന്റ് അല്ല എന്ന് ഉറപ്പിച്ചോളൂ. ഓക്കെ ആണോ? ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട ഫോർമുലകൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. RMHP എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് RM ഇൻവെന്ററി ഡിവൈഡഡ് ബൈ RM കൺസ്യൂംഡ് പെർ ഡേ റോ മെറ്റീരിയൽ. WIP പീരീഡ് ഓഫ് ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഡേ. Finished goods holding period, average finished good inventory divided by cost of goods sold per day. Debtor collection period, average debtor divided by credit sale per day. Creditor payment period, average creditor divided by credit purchase per day. Work in progress, working capital cycle എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക, CPP അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കിട്ടും. ക്ലിയർ ആണോ? ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്ന പോർഷൻ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, അത്രയുമാണ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സും അതിന്റെ എല്ലാവിധ ഇക്വേഷൻസും കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? യെസ്. സർ, ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഫോർമുലാസും ഇമ്പോർട്ടന്റ് ആണോ? അതായത് കാണാതെ പഠിക്കേണ്ടതാണോ? ഈ ലാസ്റ്റ് പറഞ്ഞ ഫോർമുലയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓൾറെഡി നമ്മൾ കണ്ടത്. ഈ ഫോർമുലാസ് ഇല്ലേ, ഈ ഫോർമുല ഒന്നുകൂടെ സമ്മറൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫോർമുല ആവറേജ് റോ മെറ്റീരിയൽ ഇൻവെന്ററി ഡിവൈഡ് ബൈ റോ മെറ്റീരിയൽ കൺസ്യൂം പെർ ഡേ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ഈ രണ്ട് സ്ലൈഡിൽ കാണിച്ച സാധനങ്ങൾ ഒറ്റയടിക്ക് സമ്മറൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റില് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു അല്ലെ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ക്യാഷിനെ എങ്ങനെ മാനേജ് ചെയ്യാം, റിസീവബിൾസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇൻവെന്ററിയെ എങ്ങനെ മാനേജ് ചെയ്യാം. ഇവയെ പറ്റി മാനേജ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ക്യാഷ് ഒരു കറണ്ട് അസറ്റാ. ഈ ക്യാഷിനെ എങ്ങനെ മാനേജ് ചെയ്യാം. റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് ആ ഉദ്ദേശിക്കുന്നത്. ഈ ഡെറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഇൻവെന്ററി, നമ്മുടെ സ്റ്റോക്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഇതിനൊക്കെ ഓരോ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കാൻ പോകുന്നത് ക്യാഷ് മാനേജ്മെന്റ് ആയി. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന കറണ്ട് അസറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. പ്രോപ്പറായി മാനേജ് ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? വേസ്റ്റ് ആയി പോകാം. പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാം. അപ്പൊ നമ്മളുടെ എഫിഷ്യൻസിയാണ് അവിടെ കോംപ്രമൈസ്ഡ് ആകുന്നത്. സോ ക്യാഷിനെ പ്രോപ്പറായി നമ്മൾ മാനേജ് ചെയ്യണം. ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രോപ്പറായി പ്ലാൻ ചെയ്യുന്നു, control ചെയ്യുന്നു and optimize cash inflow and outflow to ensure the firm has enough liquidity to pay bill, minimize idle cash, earn return on surplus cash. ക്ലിയർ ആണോ? അതായത് ക്യാഷിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ ആ ചെലവുകൾ, ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലേ പ്രോപ്പറായി നമ്മൾ ക്യാഷ് മാനേജ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കൂ. അതുപോലെ നമ്മളുടെ കയ്യിൽ ഒന്നിനും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന ക്യാഷിന്റെ അളവ് കുറയ്ക്കണം. ക്ലിയർ അല്ലേ? ഐഡിലായി കിടക്കുന്ന ക്യാഷിന്റെ അളവ് കുറയ്ക്കണം. അതുപോലെ തന്നെ സർപ്ലസ് ആയി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ച് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുന്ന ഒരു നില ഉണ്ടാക്കി എടുക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ നമ്മൾ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? നമ്മുടെ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ട്, ഒന്നിനും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ പ്രോപ്പർ ക്യാഷ് മാനേജ്മെന്റ് അല്ല. നമ്മുടെ കയ്യിൽ ക്യാഷും കാര്യങ്ങളും ഉണ്ട്, പലയിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ലിക്വിഡ് ആയിട്ട് കയ്യിൽ പേ ചെയ്യാൻ ക്യാഷ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ് ഇല്ല. ഉള്ളിടത്തെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് പേയ്മെന്റ് നടക്കും. ആവശ്യത്തിന് ക്യാഷ് ഇല്ലെങ്കിൽ കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് കുറെ സർപ്ലസ് ക്യാഷ് ഉണ്ട്, വെറുതെ ഇട്ടേക്കോ, ഒരിടത്തും ഇൻവെസ്റ്റോ ഒന്നും ചെയ്തിട്ടില്ല, അത് വെറുതെ കിടക്കുക. അത് അവിടെ കിടക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഒരു എക്സ്ട്രാ ഇൻകവും നമുക്ക് കിട്ടുന്നില്ല. അപ്പം എക്സ്ട്രാ ഏർണിങ്സ് ഇല്ല, റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്നാലും ക്യാഷിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് അല്ല. അപ്പൊ ക്യാഷിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉറപ്പുവരുത്തുക. എന്തിനു വേണ്ടി? ensure that we have enough liquidity to pay bill, to minimize idle cash and to earn return on surplus cash. ക്ലിയർ അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായി പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ?
ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എൻഷുവർ ഇനഫ് ക്യാഷ് ടു മീറ്റ് ഡേ ടു ഡേ ഒബ്ലിഗേഷൻ. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കിട്ടുന്ന പൈസ മുഴുവൻ പലയിടത്തായി സേവിങ്സും ഇൻവെസ്റ്റ്മെന്റുമായി കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾക്ക് കാശ് കാണുമോ? ഇല്ല. അപ്പൊ പ്രോപ്പർ ക്യാഷ് മാനേജ്മെന്റ്. അപ്പൊ ലിക്വിഡിറ്റി പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അടുത്തത് എന്താ? പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് സർപ്ലസ് ക്യാഷ് ഇൻ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്. സർപ്ലസ് ആയി നമ്മുടെ കയ്യിൽ കാശ് വല്ല കിടപ്പുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അതിൽ നിന്ന് ആ ക്യാഷ് വെറുതെ കിടക്കാത്ത ക്യാഷിനെ കൊണ്ട് പണിയെടുപ്പിക്കൂ. ആ ക്യാഷിനെ കൊണ്ട് പണിയെടുപ്പിച്ച് വീണ്ടും റിട്ടേൺ ഉണ്ടാക്കൂ. ക്ലിയർ ആണോ? പ്രോഫിറ്റബിലിറ്റി. പിന്നെ കോസ്റ്റ് മിനിമൈസേഷൻ. അവോയ്ഡ് അൺനെസസറി ബോറോയിങ്. അനാവശ്യമായിട്ടുള്ള ബോറോയിങ്സ് ഒഴിവാക്കാൻ സാധിക്കും നമ്മളുടെ കയ്യിൽ പ്രോപ്പറായി ക്യാഷ് ഉണ്ടെങ്കിൽ. ക്യാഷിന് ഷോർട്ടേജ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? ബോറോ ചെയ്യേണ്ടത്. ബോറോ ചെയ്യുമ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന രീതിയിൽ നമ്മൾ അതിനു വേണ്ടി കോസ്റ്റ് ഇൻക്വയറി ചെയ്യേണ്ടതായി വരും. അപ്പൊ നമ്മൾ പ്രോപ്പറായി ക്യാഷിനെ മാനേജ് ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ കാണുന്ന സിറ്റുവേഷൻ വരും. അൺനെസസറി ബോറോയിങ്സ് ഒഴിവാക്കാം. അത്യാവശ്യം വരുമ്പോൾ ബോറോ ചെയ്തേ പറ്റുള്ളൂ. അൺനെസസറി ബോറോയിങ്സ് ഒഴിവാക്കാൻ കോസ്റ്റ് കുറയ്ക്കാം. അതുപോലെ ഐഡിൽ ക്യാഷ് അവോയ്ഡ് ചെയ്യാം. ഐഡിൽ ക്യാഷ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ക്യാഷ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതിന് തുല്യമാണ്. ആ ക്യാഷിനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ റിട്ടേൺ കിട്ടും. സോ ഐഡിൽ ക്യാഷ് ഒഴിവാക്കുക. ഈ വക കാര്യങ്ങൾ ആ ക്യാഷ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഇമ്പോർട്ടന്റ് ആണ്, ക്യാഷ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് കുറെ റീസൺസ് ഉണ്ട്. ക്ലിയർ ആണ്? പലർക്കും പല റീസൺസ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ക്യാഷ് ആയി ഹോൾഡ് ചെയ്യുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ കാരണമാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ മോട്ടീവ്. നിങ്ങൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് പലതരം എക്സ്പെൻസുകൾ ഉണ്ട്. നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് വേജ് പേ ചെയ്യണം, നിങ്ങൾക്ക് ഫാക്ടറിയുടെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടതായി വരും. ഇതൊക്കെ എന്താ? ട്രാൻസാക്ഷൻ മോട്ടീവിന്റെ ഭാഗമായി വരും. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ കയ്യിൽ ലിക്വിഡായി കാശ് ഉണ്ടായിരുന്നെങ്കിൽ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി കയ്യിൽ കാശ് കരുതും. ക്ലിയർ ആണോ? സോ മോട്ടീവ്, വൺ ഓഫ് ദ മോട്ടീവ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ഇസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ആൻഡ് ദ സെക്കൻഡ് മോട്ടീവ് ഇസ് പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കാശ് ഇല്ലാതെ പോകരുത്. എനിക്കറിയത്തില്ല ആ ഇവന്റ് വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഇവന്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ് ബിഫോർ ഹാൻഡ്, ബട്ട് ഐ ആം ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ബൈ കീപ്പിംഗ് സം എമൗണ്ട് വിത്ത് മീ. കുറച്ച് പൈസ എന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആവുകയാണ്. ക്ലിയർ അല്ലേ? നമ്മളും ചെയ്യാറില്ല, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കും. ഒരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി കുറച്ച് പൈസ നമ്മൾ മാറ്റിവെക്കും. അതെന്താണ്? പ്രിക്കോഷണറി മോട്ടീവാണ്, എളുപ്പം എടുക്കാൻ വേണ്ടി. ക്ലിയർ ആണോ? സോ ആ രീതിയിലും ബിസിനസ്സുകാരൻ ക്യാഷ് ഹോൾഡ് ചെയ്യും ടു മീറ്റ് അൺഎക്സ്പെക്ടഡ് നീഡ്. പ്രിക്കോഷണറി മോട്ടീവ് കാരണവും ക്യാഷ് ഹോൾഡ് ചെയ്യും കയ്യിൽ. അടുത്തതാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്, ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും, ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ കാശ് വേണം. സോ ആ രീതിയിൽ നമ്മൾ കാശ് ഹോൾഡ് ചെയ്യും. സ്പെക്കുലേറ്റീവ് മോട്ടീവ്, നമ്മുടെ സ്പെക്കുലേഷൻ, നമ്മൾ ചിന്തിക്കുന്നു ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കും, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ കാശ് ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി കയ്യിലെടുത്ത് വെക്കുന്നു. സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇനി കോമ്പൻസേറ്റിംഗ് മോട്ടീവ് ഉണ്ട്, ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ് വിത്ത് ബാങ്ക് ഫോർ സർവീസ്. അപ്പൊ ബാങ്കിൽ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. സോ അങ്ങനെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു. കോമ്പൻസേറ്റിംഗ് മോട്ടീവ്, ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ് വിത്ത് ബാങ്ക് ഫോർ സർവീസസ്. ഇങ്ങനെ പലതരം മോട്ടീവ് ഉണ്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന്. ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, കോമ്പൻസേറ്റീവ് മോട്ടീവ് ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ക്യാഷ് കൊണ്ട് പല പല ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ക്യാഷ് മുഴുവൻ സേവ് ചെയ്ത് കളയത്തില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളയത്തില്ല. അവരെന്ത് ചെയ്യും? അവർ പ്രോപ്പർ ആയിട്ട് കയ്യിൽ കുറച്ച് അല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് ക്യാഷും കൂടെ ഹോൾഡ് ചെയ്യും. എന്തിനു വേണ്ടി? ട്രാൻസാക്ഷൻ മോട്ടീവ് മീറ്റ് ചെയ്യാൻ, പ്രിക്കോഷണറി മോട്ടീവ് മീറ്റ് ചെയ്യാൻ, സ്പെക്കുലേറ്റീവ് മോട്ടീവ് മീറ്റ് ചെയ്യാൻ, കോമ്പൻസേറ്റിംഗ് മോട്ടീവ് മീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ദീസ് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ക്ലിയർ അല്ലേ? ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള മോട്ടീവ്സ്. ഇനി ക്യാഷ് മാനേജ്മെന്റിന്റെ ടെക്നിക്കാണ്, നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ മാനേജ് ചെയ്യാം. ഒന്ന്, പ്രോപ്പർ ആയിട്ട് ബഡ്ജറ്റിംഗ് നടത്തുക, ക്യാഷ് ബഡ്ജറ്റിംഗ് നടത്തുക. ക്ലിയർ ആണോ? ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്ര ഇൻഫ്ലോ പ്രതീക്ഷിക്കാം, നമ്മളുടെ കയ്യിലേക്ക് എത്ര വരവുണ്ട്, നമുക്ക് എന്തൊക്കെയായിരിക്കും പോസിബിൾ ചെലവുകൾ, ഇത് മുൻകൂട്ടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ക്യാഷ് ബഡ്ജറ്റിംഗ്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും, നമ്മുടെ ക്യാഷിന്റെ ഇൻഫ്ലോ എത്ര, ഔട്ട്ഫ്ലോ എത്ര, നമുക്ക് പ്രോപ്പറായി പ്ലാൻ ചെയ്യാം, ക്യാഷിനെ മാനേജ് ചെയ്യാം.
അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നമ്മളൊരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതെന്താ കാണിക്കുന്നത്? കമ്പനിയുടെ ആക്ടിവിറ്റികളെ ഫിനാൻസിങ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് മൂന്നായി തിരിച്ച് ഓരോ ആക്ടിവിറ്റിയിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ആണോ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. സോ ആ രീതിയിൽ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ക്യാഷിന്റെ ആക്ച്വൽ മൂവ്മെന്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു, ക്യാഷിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ഫ്ലോട്ട് മാനേജ്മെന്റ്, മിനിമൈസ് ടൈം ലാഗ് ഇൻ കളക്ഷൻ ഓർ പേയ്മെന്റ്. കളക്ഷനിലും അല്ലെങ്കിൽ പേയ്മെന്റിലുമുള്ള ടൈം ലാഗ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പൈസ കരുതലായിട്ട് മാറ്റിവെക്കാം. ഫ്ലോട്ട് മാനേജ് ചെയ്യാം. ക്ലിയർ ആണോ? സോ അപ്പൊ നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. അടുത്തതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം, സ്പീഡ് അപ്പ് കളക്ഷൻ ഫ്രം കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ഷൻ കുറച്ചുകൂടെ എന്ത് ചെയ്യാം? സ്പീഡ് അപ്പ് ചെയ്യാം. അവരോട് നമ്മൾ ആവശ്യപ്പെടുന്നു, അവർക്ക് കുറച്ച് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നു, അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മളുടെ പൈസ കളക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ലോക്ക് ബോക്സ് സിസ്റ്റം. കൂടുതൽ ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ആൻഡ് കോൺസെൻട്രേഷൻ ബാങ്കിങ്, സെൻട്രലൈസ് കളക്ഷൻ ഫ്രം ബ്രാഞ്ച്. അതായത് നമുക്ക് പല പല ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെയുള്ള കളക്ഷൻസ് ഒരൊറ്റ ഇടത്തിലേക്ക് വരും, സെൻട്രലൈസ്ഡ് കളക്ഷൻ നടത്തും. ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡ് കളക്ഷൻ ഫ്രം ബ്രാഞ്ചസ്. ഓക്കെ അല്ലേ? സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് ക്യാഷിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇതിന് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ക്യാഷ് ബഡ്ജറ്റിംഗിലൂടെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ, ഫ്ലോട്ട് മാനേജ്മെന്റിലൂടെ, ലോക്ക് ബോക്സ് സിസ്റ്റത്തിലൂടെ, കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷിനെ മാനേജ് ചെയ്യാം. ക്ലിയർ ആണോ? ക്യാഷ് മാനേജ്മെന്റിന്റെ പല പല ടെക്നിക്സ് ആണ്. സോ ഇതാണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ചോദ്യം, ഹോൾഡിംഗ് ക്യാഷ് ടു മീറ്റ് അൺഎക്സ്പെക്ടഡ് നീഡ് ഇസ് നോൺ എസ്. അതിനെ വിളിക്കുന്ന പേരെന്താ? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി കാശ് വേണം എന്ന് വിചാരിച്ച് കാശ് ഹോൾഡ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ മോട്ടീവ് അല്ല, അത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ട, നോൺ എക്സ്പെൻസ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് അല്ല, ഭാവിയിൽ ഇന്നത് സംഭവിക്കും അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം എന്ന സ്പെക്കുലേഷൻ ആണ്. അതുമല്ല. ഇൻവെസ്റ്റ്മെന്റ് മോട്ടീവ് അല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിക്കോഷണറി മോട്ടീവ് ആണ്. പ്രിക്കോഷണറി മോട്ടീവിലാണ് ഭാവിയിൽ ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ഉണ്ടായാൽ കയ്യിൽ ക്യാഷ് വേണം എന്ന ഉദ്ദേശത്തോടു കൂടി ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് സി, പ്രിക്കോഷണറി മോട്ടീവ്. ക്ലിയർ അല്ലേ? വളരെ ചെറിയൊരു ടോപ്പിക് ആണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്യാഷ് മാനേജ്മെന്റ് മനസ്സിലായോ? ക്യാഷിനെ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നു, അത് മാത്രമാണ് ക്യാഷ് മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ. ക്യാഷ് മാനേജ്മെന്റ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റിസീവബിൾ മാനേജ്മെന്റ്. റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റേഴ്സ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പൈസയാണ് റിസീവബിൾസ്. റിസീവബിൾസ് ആർ എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമർ ഫ്രം ക്രെഡിറ്റ് സെയിൽ. നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഡെറ്റേഴ്സ് ഉണ്ടാകും. ഡെറ്റേഴ്സിന്റെ നമുക്ക് പൈസ കിട്ടാൻ അർഹതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ മേടിച്ചെടുത്താൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അത്രയും ഷോർട്ട് ആയിരിക്കും. എത്ര ടൈം ലാഗ് ഉണ്ടാകുന്നോ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ലോങ് ആകും. ക്ലിയർ ആണോ? സോ റിസീവബിൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാൻഡിങ് ക്രെഡിറ്റ്. പ്രോപ്പറായി നമ്മൾ ക്രെഡിറ്റിന് സെയിലിന് കൊടുക്കുന്നു. ക്ലിയർ ആണോ? ക്രെഡിറ്റ് സെയിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഡെറ്റേഴ്സ് ഉണ്ടാവും. ഡെറ്റേഴ്സിനെ പ്രോപ്പറായി മോണിറ്റർ ചെയ്യുന്നു. അവരെ ഡിഫോൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുന്നു. ഡിഫോൾട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൊവിഷനും കാര്യങ്ങളും, ബാഡ് ഡെറ്റിന് പ്രൊവിഷനും കാര്യങ്ങളും കൊടുക്കുന്നു. എൻഷുറിംഗ് ടൈംലി കളക്ഷൻ. ഈ ഡെറ്റേഴ്സിൽ നിന്ന് ടൈംലി ആയിട്ട് തരേണ്ട എമൗണ്ട് കളക്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ബാഡ് ഡെറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ മെഷേഴ്സും നമ്മൾ എടുക്കുന്നു. വേണമെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ക്യാഷ് ഡിസ്കൗണ്ട് എന്താ? പ്രോംപ്റ്റ് പേയ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. നേരത്തെ ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ 2% കുറച്ച് തരാം, കുറച്ചടച്ചാൽ മതി, അങ്ങനെ പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട്. അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കളക്ഷൻ മാക്സിമം സ്പീഡപ്പ് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് റിസീവബിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഡെറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ഡെറ്റേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാക്സിമൈസ് സെയിൽ മാക്സിമൈസ് ചെയ്യാൻ. ക്ലിയർ ആണോ? അതുപോലെ മാക്സിമൈസ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ക്യാഷിന് മാത്രമേ വിൽക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ സെയിൽ മാക്സിമൈസ്ഡ് ആകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കടത്തിനും വിൽക്കും. എല്ലാവരുടെ കയ്യിലും എപ്പോഴും ക്യാഷ് എടുക്കാൻ കാണണമെന്നില്ല. അപ്പൊ അവർ പറയും നിങ്ങളുടെ ക്യാഷ് ഇല്ല. ഓക്കെ, ക്യാഷ് ഇല്ലെങ്കിൽ 30 ദിവസമോ 40 ദിവസമോ കഴിഞ്ഞ് തന്നാൽ മതി, ക്രെഡിറ്റ് പീരീഡ് തരാം, കടത്തിന് ഇപ്പൊ നീ എടുത്തോണ്ട് പൊക്കോ. അപ്പൊ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും സെയില്. ഓക്കെ അല്ലേ? യെസ്.
ആൻഡ് മിനിമൈസ് ക്രെഡിറ്റ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അവർ ഡിഫോൾട്ട് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നത്. ഒപ്റ്റിമൈസ് കളക്ഷൻ പീരീഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഒരുപാട് കൂടുകയോ ഒരുപാട് കുറയുകയോ ചെയ്യാതെ ഒപ്റ്റിമം കളക്ഷൻ പീരീഡ് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഡെറ്റർ മാനേജ്മെന്റ് വേണം, അല്ലെങ്കിൽ റിസീവബിൾ മാനേജ്മെന്റ് വേണം. റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബ്ലോക്ക്ഡ് ഇൻ ഡെറ്റേഴ്സിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഡെറ്റേഴ്സ് കാരണം നമുക്ക് കിട്ടേണ്ട പൈസ ബ്ലോക്ക്ഡ് ആയി നിൽക്കരുത്, പ്രോപ്പറായി കളക്ട് ചെയ്ത് ആ പൈസ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിലേക്ക് തിരികെ കൊണ്ടുവന്നിടണം. ക്ലിയർ അല്ലേ? സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് റിസീവബിൾസ് മാനേജ്മെന്റ് നമ്മൾ നടത്തുന്നത്. സോ റിസീവബിൾ മാനേജ്മെന്റിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാ? നമ്മളുടെ ക്രെഡിറ്റ് പോളിസി. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് ആൻഡ് ടേം സെറ്റ് ഫോർ ഗിവിംഗ് ക്രെഡിറ്റ്. നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണ് കടം കൊടുക്കുന്നത്, നമ്മുടെ ക്രെഡിറ്റ് പോളിസി, അതിനനുസരിച്ചിരിക്കും നമുക്ക് എത്ര റിസീവബിൾസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ഉണ്ടെന്ന്. ക്രെഡിറ്റ് അനാലിസിസ് അസസ് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പൊ നമ്മളൊരു ഡെറ്ററിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ, അല്ലെങ്കിൽ നമ്മൾക്ക് തരാനുള്ള പൈസ തരാനുള്ള കഴിവുണ്ടോ, ക്രെഡിറ്റ് വെർത്തിനെസ് ഉണ്ടോ എന്ന് അളന്നിട്ടേ നമ്മൾ കൊടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് പ്രോപ്പറായി ഡെറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ക്രെഡിറ്റ് അനാലിസിസ്. പിന്നെ ക്രെഡിറ്റ് ടേംസ്, എത്ര ഡ്യൂറേഷനിലേക്കാണ് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്, എത്ര കാലാവധിക്കുള്ളിൽ അവര് തിരിച്ചടയ്ക്കണം, നേരത്തെ തിരിച്ചടച്ചാൽ എത്ര ഡിസ്കൗണ്ട് കൊടുക്കും, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും, ഡിസ്കൗണ്ട് കണ്ടീഷൻസ്, അതെല്ലാം പ്രോപ്പറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവബിൾസിനെ മാനേജ് ചെയ്യാം. പിന്നീട് കളക്ഷൻ പോളിസി, എത്തരത്തിലാണ് നമ്മൾ കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഫോളോ അപ്പ് സ്റ്റെപ്സ്, അവരെ എത്ര ആഴ്ച കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണം, എത്ര ദിവസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ തന്നെ റിസീവബിൾ ടേൺ ഓവർ, എഫിഷ്യൻസി ഇൻ കളക്ടിങ് റിസീവബിൾസ്, എത്രത്തോളം റിസീവബിൾസ് തിരിച്ച് നമ്മുടെ ക്യാഷ് ആയി മാറുന്നു, അതിനകത്തെ എഫിഷ്യൻസി. ഈ വക കാര്യങ്ങളാണ് റിസീവബിൾ മാനേജ്മെന്റിലെ കീ എലമെന്റ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിന്റെ ഫോർമുല എത്രയാണ്, എങ്ങനെയാണ്? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. ക്ലിയർ ആണോ? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ആണ് ഡെറ്റർ ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല. ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ ആണോ? യെസ്. ആവറേജ് കളക്ഷൻ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഡിവൈഡ് ബൈ ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ. ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 360 കൊണ്ട് ഡിവൈഡ്, 360 ആ ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആവറേജ് ഡെറ്റർ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ പെർ ഡേ ചെയ്താലും ആവറേജ് കളക്ഷൻ പീരീഡ് കിട്ടും. ഒരു ക്വസ്റ്റ്യനിൽ ഈ ഇൻഫർമേഷൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ തന്നിട്ട് എത്ര ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങളോട് ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കും, ക്രെഡിറ്റ് സെയിൽ ക്വസ്റ്റ്യനിൽ തരാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, 1,00,000 ടോട്ടൽ സെയിൽ, എന്നിട്ട് പറയും ക്യാഷ് സെയിൽസ് 50,000. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എത്ര? ക്യാഷ് സെയിൽസ് 50,000 ആണെങ്കിൽ ബാക്കി ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ, 50,000 തന്നെയാണ് ക്രെഡിറ്റ് സെയിൽ. അപ്പൊ ക്രെഡിറ്റ് സെയിൽ കിട്ടി. ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് എത്രയാണുള്ളത് ക്വസ്റ്റ്യനിൽ തരും. സോ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ കിട്ടും. 360 ഡിവൈഡഡ് ബൈ ഡെറ്റർ ടേൺ ഓവർ റേഷ്യോ ആവറേജ് കളക്ഷൻ പീരീഡ്, എത്ര പീരീഡ് കളക്ഷൻ പീരീഡ് കൊടുക്കണം ഡെറ്റേഴ്സിന് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആവറേജ് ഡെറ്റർ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ പെർ ഡേ. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് റിസീവബിൾ മാനേജ്മെന്റ്? റിസീവബിൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്ത്? ഇൻക്രീസിങ് സെയിൽസ് കൂട്ടുക എന്നുള്ളത് റിസീവബിൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവാണ്. കാരണം റിസീവബിൾസിനെ ക്രിയേറ്റ് ചെയ്താലേ സെയിൽ കൂടത്തുള്ളൂ. ക്യാഷിന് മാത്രം വിറ്റ് കഴിഞ്ഞാൽ സെയിൽ കൂടത്തിലെ ക്രെഡിറ്റിന് വിൽക്കണം. സോ അത് ഒബ്ജക്റ്റീവ് ആണ്. ഇംപ്രൂവിങ് കളക്ഷൻ എഫിഷ്യൻസി, തീർച്ചയായിട്ടും കളക്ഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് റിസീവബിൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ്. മാക്സിമൈസിങ് ബാഡ് ഡെറ്റ് അതൊരിക്കലും ഒബ്ജക്റ്റീവ് അല്ല, നേരെ ഓപ്പോസിറ്റ്, മിനിമൈസിങ് ബാഡ് ഡെറ്റ് റിസീവബിൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ്. റെഡ്യൂസിങ് ക്യാപിറ്റൽ ടൈഡ് ഇൻ റിസീവബിൾസിൽ ടൈഡ് ഇൻ ആയിട്ടുള്ള ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക. എക്സാക്ട്ലി അത് എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? റിസീവബിൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. റെഡ്യൂസിങ് ക്യാപിറ്റൽ ടൈഡ് ഇൻ റിസീവബിൾസ്. ക്ലിയർ ആണോ? അതാണ് എന്തെന്ന് പറയുന്നത്? റിസീവബിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മൾ ആദ്യം നോക്കിയത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ പറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഏതൊരു ടോപ്പിക് നോക്കി? ക്യാഷ് മാനേജ്മെന്റ് നോക്കി. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഏതൊരു ടോപ്പിക് നോക്കി? റിസീവബിൾ മാനേജ്മെന്റ് നോക്കി. ഇത്രയും പറഞ്ഞ ടോപ്പിക്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ക്യാഷ് മാനേജ്മെന്റ് ആൻഡ് റിസീവബിൾ മാനേജ്മെന്റ്.
ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അടുത്തതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. നമ്മുടെ ഗുഡ്സിനെ നമ്മൾ ഈ രീതിയിൽ മാനേജ് ചെയ്യണം, എന്നാലേ നമുക്ക് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഗുഡ്സിനെ പുവർ ആയിട്ടാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ പോലും ബാധിക്കും. എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്ഷൻ ഒരിക്കലും തടസ്സം വരാത്ത രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഓവറോൾ കോസ്റ്റ് വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇൻവെന്ററി മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ക്ലിയർ ആണോ? നിങ്ങൾ ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ, നിങ്ങളൊരു മാനുഫാക്ചർ പ്രത്യേകം കേൾക്കുക, നിങ്ങളൊരു മാനുഫാക്ചറർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററിക്കകത്ത് റോ മെറ്റീരിയൽസ് ഉൾപ്പെടും, വർക്ക് ഇൻ പ്രോഗ്രസ് ഉൾപ്പെടും, ഫിനിഷ്ഡ് ഗുഡ്സ് ഉൾപ്പെടും. ഇത്രയും കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്. ഇനി നിങ്ങളൊരു ട്രേഡർ മാത്രമാണെങ്കിൽ നിങ്ങളുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ഗുഡ്സ്, ദ ഗുഡ്സ് ദാറ്റ് യു ഹാവ് പർച്ചേസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ, അത് മാത്രമായിരിക്കും നിങ്ങളുടെ എന്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. നിങ്ങൾ മാനുഫാക്ചർ ആണെങ്കിൽ റോ മെറ്റീരിയൽ മേക്കിംഗ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ആകാത്ത റോ മെറ്റീരിയൽസ്, എന്നാൽ റോ മെറ്റീരിയൽസ് അല്ല എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. ഇത് മൂന്നുമാണ് ഒരു മാനുഫാക്ചറുടെ ഇൻവെന്ററിക്കകത്ത് വരുന്നത്. ക്ലിയർ ആണോ? എന്തിനാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തുന്നത്? റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് കോസ്റ്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററിയെ മാനേജ് ചെയ്താലേ നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേണ്ടുന്ന സമയത്ത്, ക്ലിയർ അല്ലേ? പ്രോപ്പറായി മാനേജ് ചെയ്താലേ കറക്റ്റ് ടൈമിൽ വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറ്റ് ദ റൈറ്റ് കോസ്റ്റ് കൂടെ കുറയോ ചെയ്യാതെ റൈറ്റ് കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് കോസ്റ്റ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെന്ററിയെ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്തൊക്കെയാണ്? എൻഷുവർ സ്മൂത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ, പ്രൊഡക്ഷൻ പ്രോസസ്സും സെയിൽസ് എന്ന പ്രോസസ്സും സ്മൂത്ത് ആക്കുക, അതിനു വേണ്ടിയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ്. മിനിമൈസ് ഹോൾഡിംഗ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, വർക്കിംഗ് പ്രോഗ്രസ് ആയിക്കോട്ടെ, അത് ഹോൾഡ് ചെയ്യുന്നു, നമ്മളുടെ ഗോഡൌണിലോ വെയർഹൌസിലോ ഹോൾഡ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അതുപോലെ ഓർഡറിംഗ് കോസ്റ്റ്, നമ്മൾ പുതിയൊരു ഓർഡർ, ക്ലിയർ ആണോ, ഫോർ റോ മെറ്റീരിയൽ മേക്ക് ചെയ്യുമ്പോൾ ആ ഓർഡറിംഗ് കോസ്റ്റ്, ഓർഡറിംഗുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, ഇത് രണ്ടും മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്യുക. ക്ലിയർ ആണോ? അതാണ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കേട്ടിട്ടുണ്ടോ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി വെയർ ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് ആർ മിനിമം. സോ ആ രീതിയിൽ ഇത് രണ്ടും മിനിമൈസ് ചെയ്യുക, കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യുക, ആ ഒരു പോയിന്റിൽ റീഓർഡർ നടത്തുക. ക്ലിയർ ആണോ? സോ അതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. ആൻഡ് അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് ഓവർ സ്റ്റോക്കിംഗ്. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ സാധനമില്ല, അപ്പൊ പ്രൊഡക്ഷൻ നിലച്ചു പോകും, അത് പ്രശ്നമാണ്. പ്രൊഡക്ഷൻ നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ബാധിക്കും. ഓവർ സ്റ്റോക്കിങ്ങും പ്രശ്നമാണ്. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധനവും കൂടെ ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് ആവും. അത്രയും സാധനം അവിടെ ഇരിക്കുമല്ലേ, അത് ഹോൾഡ് ചെയ്യണ്ടേ, അതായത് അതിന് വെയർഹൌസ് ചാർജും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അത്ര ആൾക്കാരെ നിയോഗിക്കണ്ടേ, കോസ്റ്റ് കൂടും. പ്ലസ് അവിടെ അങ്ങനെ ഇരുന്ന പെരിഷബിൾ ആണെങ്കിൽ അവിടെ ഇരുന്ന് നശിക്കാനുള്ള ചാൻസും ഉണ്ട്. ആ രീതിയിൽ അബ്നോർമൽ ലോസും ഉണ്ടാവും, നോർമൽ അല്ല അബ്നോർമൽ ലോസും ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓവർ സ്റ്റോക്കിങ്ങും പ്രശ്നമാണ്, സ്റ്റോക്ക് ഔട്ടും പ്രശ്നമാണ്. ഇത് രണ്ടും മാനേജ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പ്രോപ്പറായി പ്രൊഡക്ഷനും സെയിലും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ നടത്തുന്നത്. ക്ലിയർ ആണോ? ഇൻവെന്ററി മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവൽ, സേഫ്റ്റി സ്റ്റോക്ക്, ABC അനാലിസിസ്, ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ് എന്നിവ. ഓക്കെ ആണോ? ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മൊഡ്യൂൾ എന്താ പറയുന്നത്, ഇനി വരാൻ പോകുന്ന അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കും. ഓക്കെ ആണോ? കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇതിനകത്ത് ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റിംഗ് ഉണ്ട്, ലേബർ കോസ്റ്റിംഗ് ഉണ്ട്, ഓവർ ഹെഡ് കോസ്റ്റിംഗ് ഉണ്ട്. അതിന് മെറ്റീരിയൽ കോസ്റ്റിംഗിനകത്ത് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ വരും, ഇൻവെന്ററി വരും. അതിനകത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ നോട്ടിൽ തന്നെ ഞാൻ ഇത് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് തേർഡ് മൊഡ്യൂളിനും കൂടെ ആവശ്യമായിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് ഓർത്തേക്കുക. ഓക്കെ ആണോ? ഈ പോയിന്റ്സ് എല്ലാം തേർഡ് മൊഡ്യൂളിനും കൂടെ ആവശ്യമായിട്ടുള്ള പോർഷൻ ആണ്. സോ ഇതെന്തുമായി ബന്ധപ്പെട്ടതാ? സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇത് ഇൻവെന്ററിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാ പഠിക്കുന്നത്. തേർഡ് മൊഡ്യൂളും സെയിം തന്നെ, ഇൻവെന്ററി ഇസ് പാർട്ട് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഓരോന്നും നോക്കാം.
എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ? EOQ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെന്ററി ആണ്. ഇതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻവെന്ററിയുടെ ക്വാണ്ടിറ്റി. ഇതാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി. കാരണം ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ഓർഡർ ചെയ്താൽ, ഇത്ര ക്വാണ്ടിറ്റിയാണ് EOQ എങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. കാരണം വെയർ ഹൗസിൽ അത് ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇത് രണ്ടും മിനിമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ കോസ്റ്റ് ഏറ്റവും മിനിമത്തിലായിട്ടുള്ള ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്ന് പറയുന്നത്. EOQ കണ്ടുപിടിക്കാനുള്ള ഫോർമുല EOQ is equal to √2AO divided by C. √2AO divided by C. ഇതിൽ A എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ്. ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും. ആനുവൽ ഡിമാൻഡ് ഇത്രയാണ്. ആനുവൽ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് A അല്ലെങ്കിൽ റോ മെറ്റീരിയൽ A is 10,000. 10,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കപ്പെടുന്നത്, ഈ റോ മെറ്റീരിയൽ ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് ആനുവൽ ഡിമാൻഡ്. ഒരു വർഷം അതിനുള്ള ഡിമാൻഡ്. ക്ലിയർ ആണോ? √2 ഇൻറ്റു ആനുവൽ ഡിമാൻഡ് ഇൻറ്റു O എന്താ? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിന് എത്ര കോസ്റ്റ് ആകും അതും ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഇൻറ്റു ദാറ്റ് ഡിവൈഡഡ് ബൈ C എന്താ? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ക്ലിയർ ആണോ? ഒരു യൂണിറ്റ് ഒരു വർഷം, ഒരു യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ഓർ എനി ടൈപ്പ് ഓഫ് ഗുഡ് ഒരു വർഷം ഹോൾഡ് ചെയ്യാൻ, വെയർ ഹൗസിൽ ഹോൾഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും? ഒരു യൂണിറ്റ് ഒരു വർഷം വെയർ ഹൗസിൽ ഹോൾഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും. ക്ലിയർ ആണോ? സോ EOQ is equal to √2AO divided by C, where A is equal to annual demand in units, O is equal to ordering cost per order, and C is equal to carrying cost per unit per annum. Clear അല്ലേ? ഇനി പർപ്പസ് ഓഫ് EOQ ന്റെ പർപ്പസ് എന്താ? അവോയ്ഡ് ഫ്രീക്വന്റ് ഓർഡേഴ്സ്. വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നത് കുറയ്ക്കാം. കാരണം വീണ്ടും വീണ്ടും ഓർഡർ ചെയ്താൽ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. അപ്പൊ എന്ത് ചെയ്യുക? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് ഓർഡർ ചെയ്യുക, ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ ഓർഡർ ചെയ്യുക. അപ്പൊ അനുയോജ്യമായ ക്വാണ്ടിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഓർഡറിംഗ് കോസ്റ്റ് കുറവായിരിക്കും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. സോ അവോയ്ഡ് ഫ്രീക്വന്റ് ഓർഡേഴ്സ് ആൻഡ് അവോയ്ഡ് ഹോൾഡിംഗ് ടു മച്ച് സ്റ്റോക്ക്. ആവശ്യത്തിൽ കൂടുതലായിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെയർ ഹൗസ് ചാർജ് ഒക്കെ കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവോയ്ഡ് ഹോൾഡിംഗ് കോസ്റ്റ്. ക്ലിയർ ആണ്? ഹോൾഡിംഗ് ടു മച്ച് സ്റ്റോക്ക് കോസ്റ്റ്, ഹൈ ക്യാരിയിങ് കോസ്റ്റ്. ആൻഡ് ബാലൻസ് ബോത്ത് കോസ്റ്റ് ഫോർ ഒപ്റ്റിമൽ എഫിഷ്യൻസി. ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്യുക, ഒപ്റ്റിമൽ ആക്കുക. ദാറ്റ് മീൻസ് അതിന്റെ മിനിമത്തിൽ എത്തിക്കുക. എന്തിനു വേണ്ടി? എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി. ഇതാണ് EOQവിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പർപ്പസ്. ഇതാണ് ഒരു എന്താ പറയുന്നത്, ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഇൻവെന്ററി മാനേജ്മെന്റ്, EOQ. ക്ലിയർ അല്ലേ? അടുത്തതാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ്. റീഓർഡർ ലെവൽ ഈസ് ദ ഇൻവെന്ററി ലെവൽ അറ്റ് വിച്ച് എ ന്യൂ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ് ടു അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട് ബിഫോർ ന്യൂ സ്റ്റോക്ക് അറൈവ്സ്. നമ്മളുടെ കമ്പനി, ഈ കമ്പനി പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ നമ്മളുടെ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഓർഡർ കൊടുക്കണം. ക്ലിയർ ആണോ? ഈ ലെവലിൽ എത്തിയാൽ അടുത്ത ഓർഡർ കൊടുക്കണം. അടുത്ത ഓർഡർ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓർഡർ കൊടുത്താൽ ഉടനെ തന്നെ സ്റ്റോക്ക് കിട്ടത്തില്ലല്ലോ. ഒരു ലീഡ് ടൈം ഇല്ലേ? ലീഡ് ടൈം, അതായത് ഓർഡർ കൊടുത്ത് അത് നമ്മുടെ സപ്ലയർ പ്രോസസ് ചെയ്ത് ആ ഒരു ഗുഡ്സ് നമ്മളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കാൻ ഒരു സമയം എടുക്കത്തില്ലേ? ആ സമയവും കൂടെ കണക്കാക്കിയിട്ടാണ് റീഓർഡർ ലെവൽ ഫിക്സ് ചെയ്യുന്നത്. സോ ഈ ഒരു ലെവലിൽ നമ്മളുടെ സ്റ്റോക്ക്, നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഓർഡർ കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അടുത്ത ആ ഒരു സ്റ്റോക്ക് വന്നിരിക്കും. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാം വിത്തൗട്ട് എനി ബ്രേക്ക്. അതാണ് റീഓർഡർ ലെവൽ. ക്ലിയർ ആണോ? യെസ്. ഫോർമുല എന്താ? റീഓർഡർ ലെവൽ മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. മാക്സിമം യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് പോസിബിൾ ഡെയിലി ഓർ വീക്ക്ലി കൺസംഷൻ. നമ്മൾ എത്ര ഹയസ്റ്റ് പോസിബിൾ ഡെയിലി ആൻഡ് വീക്ക്ലി കൺസംഷൻ നടത്തുന്നു. ക്ലിയർ ആണോ? ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു ഡേ എത്ര മാക്സിമം നമ്മൾ ആ ഒരു യൂണിറ്റ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അത് മാക്സിമം എടുക്കുന്നത്. കാരണം നമുക്ക് റീഓർഡർ ലെവൽ നമുക്ക് ഒട്ടും ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം യൂസേജ് എത്ര വരും ഇൻറ്റു നമ്മൾ റീഓർഡർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ, മാക്സിമം എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി കിട്ടും. ക്ലിയർ ആണോ? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ റീഓർഡർ ലെവൽ കിട്ടും. ഈ ലെവലിൽ നമ്മുടെ ഇൻവെന്ററി എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഓർഡർ കൊടുത്തിരിക്കും. കാരണം ഓർഡർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? നമ്മളുടെ ആ പർട്ടിക്കുലർ എന്താ പറയുന്നത്, സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ?
ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഈ കോൺസെപ്റ്റിൽ? എനി ഡൗട്ട്സ്? സാറേ ഒന്നും കൂടെ ഒന്ന് പറയാവോ? ഏത് കോൺസെപ്റ്റ് ഒന്നുകൂടെ പറയണ്ടേ? മറ്റേ ഇപ്പൊ റീഓർഡർ ലെവലിന്റെ പറഞ്ഞില്ലേ? റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കയ്യിൽ 10,000 യൂണിറ്റ്സ് ഉണ്ട്. ഇത് ഏത് ലെവലിലേക്ക് കുറയുമ്പോൾ, ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക 10,000 റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, റോ മെറ്റീരിയൽസ് എല്ലാ ദിവസവും ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ 10,000 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എനിക്കറിയണം ഏത് ലെവലിൽ ഇത് എത്തുമ്പോഴാണ് ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഏത് ലെവലിൽ എത്തുമ്പോൾ ഓക്കെ ആണോ? അതാ റീ ഓർഡർ ലെവൽ. കാരണം ഈ ലെവലിൽ എത്തുമ്പോഴെങ്കിലും അടുത്ത ഓർഡർ പ്ലേസ് ചെയ്താലേ എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് മൊത്തം തീരുന്നതിന് മുന്നേ അടുത്ത ഓർഡറിലുള്ള സാധനം വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകാം, സ്റ്റോക്ക് ഔട്ട് ആകാതെ കൊണ്ടുപോകാം. ആ ലെവലാ റീ ഓർഡർ ലെവൽ. റീ ഓർഡർ ലെവലിൽ എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യും. സ്റ്റോക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി? വീണ്ടും എന്താ പറയുന്നത്? വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരാൻ, റീഫില് ചെയ്യാൻ വേണ്ടി. യെസ്, റീഫില് ചെയ്യാൻ വേണ്ടി. അതാ റീ ഓർഡർ ലെവൽ. ക്ലിയർ ആണോ? അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ഫോർമുല നോക്കുക. മാക്സിമം യൂസേജാ. ഞാൻ മാക്സിമം എത്ര ഉപയോഗിക്കുന്നു, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി മാക്സിമം എത്ര ഉപയോഗിക്കുന്നു, ഇൻടു ഞാനൊരു പുതിയ ഓർഡർ കൊടുത്താൽ മാക്സിമം എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ഒരു ഓർഡർ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സാധനം എന്റെ കയ്യിൽ കിട്ടും. ക്ലിയർ ആണോ? അതാ എന്റെ റീ ഓർഡർ ലെവൽ. ആ ലെവലിൽ എത്തുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും, പ്രൊഡക്ഷൻ നിൽക്കും. ക്ലിയർ ആണോ? സോ മാക്സിമം യൂസേജ് ഇൻടു മാക്സിമം ലീഡ് ടൈം. ഓക്കെ അല്ലേ? ഇനി എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആവുന്നു? ഹെൽപ്പ് ഇൻ ടൈംലി റീപ്ലനിഷ്മെന്റ്. പ്രോപ്പർ ആയിട്ട് റീപ്ലനിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് ദാറ്റ് വുഡ് ഡിസ്റപ്റ്റ് പ്രൊഡക്ഷൻ ഓർ സെയിൽ. സെയിലിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഔട്ടുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? സ്റ്റോക്ക് ഔട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? സോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റീ ഓർഡർ ലെവൽ എന്ന് വിളിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ സർ. അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് മിനിമം എത്ര സ്റ്റോക്കെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, മിനിമം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ സേഫ്റ്റി സ്റ്റോക്ക് ഈസ് ദ എക്സ്ട്രാ ഇൻവെന്ററി kept above the normal requirement to prevent stock out due to unexpected demand, delay in delivery, quality issues in received stock, etc. Clear അല്ലേ? എബവ് ദ നോർമൽ റിക്വയർമെന്റ്. സാധാരണഗതിയിൽ ഇത്രയുമാണ് റിക്വയർഡ് ആകുന്നത്. അതിനേക്കാളും മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ ഇൻവെന്ററിയ. നമുക്ക് സാധാരണഗതിയിൽ 10,000 യൂണിറ്റ്സ് മതി, അല്ലെങ്കിൽ 1000 യൂണിറ്റ്സ് മതി. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1200 1300 യൂണിറ്റിൽ വെക്കും. കാരണം 1000 യൂണിറ്റ് ആണ് നോർമലി നമുക്ക് വേണ്ടുന്ന യൂണിറ്റ്. എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു ഡിമാൻഡ് കൂടിയാൽ എന്ത് ചെയ്യും? അൺഎക്സ്പെക്ടഡ് ഡിമാൻഡ് വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തത് മാക്സിമം ലീഡ് ടൈമിൽക്കാളും കൂടിക്കഴിഞ്ഞാൽ, ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡെലിവറി ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലിയർ ആണോ? യെസ്. അതുപോലെ ക്വാളിറ്റി ഇഷ്യൂ ഇൻ റിസീവ്ഡ് സ്റ്റോക്ക്. നമുക്ക് കിട്ടിയ സ്റ്റോക്കിൽ ക്വാളിറ്റി ഇഷ്യൂ വന്നു, നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും, ഓവർ ആൻഡ് എബവ് അവർ നോർമൽ റിക്വയർമെന്റ്. ക്ലിയർ അല്ലേ? റിസർവ് വെക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുണ്ട്. നമുക്ക് ആവശ്യം 1000 യൂണിറ്റ്സാ, പക്ഷെ നമ്മൾ ഒരു 1200 1300 യൂണിറ്റ്സ് എങ്കിലും കയ്യിലെടുത്ത് വെച്ചിരിക്കും. ക്ലിയർ അല്ലേ? എന്നാൽ മാത്രമേ ഒരു അൺഎക്സ്പെക്ടഡ് ഡിമാൻഡ് വന്നാൽ നമുക്കൊരു പ്രശ്നം വരാതിരിക്കത്തുള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഒറ്റയടിക്ക് കൂടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് സപ്ലൈ കൊടുക്കാൻ പറ്റണം. പക്ഷെ നോർമലി 1000 യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ 1200 1300 യൂണിറ്റ് നമ്മുടെ കയ്യിൽ സേഫ്റ്റി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഡിമാൻഡിനെ കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെലിവറി ഡിലേ ആയിപ്പോയെങ്കിൽ, നമ്മൾ ഓർഡർ ചെയ്ത് ഡിലേ ആയിപ്പോയെങ്കിൽ, മാക്സിമം ലീഡ് ടൈമിൽ കൂടിപ്പോയെങ്കിൽ അതിന് നമുക്ക് കവർ ചെയ്യാം. കാരണം നമ്മുടെ ഓൾറെഡി എക്സ്ട്രാ യൂണിറ്റ്സ് ഉണ്ട്, എക്സ്ട്രാ റോ മെറ്റീരിയൽ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയതിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ വന്നെങ്കിൽ പോലും നമ്മുടെ എക്സ്ട്രാ ഉണ്ട്. ക്ലിയർ ആണോ? അതിനെ ആ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ബഫർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായത്, നമ്മുടെ പ്രൊഡക്ഷൻ ഒരു വിധത്തിലും മുറിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഒരു വിധത്തിലും സ്റ്റോപ്പ് ആകരുത്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഒരു ബഫർ എന്ന രീതിയിൽ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ?
ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ബിസിനസ് ഫ്രം അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു സേഫ്റ്റി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഇല്ല സർ. യെസ്. ഓക്കെ. സോ ഇത്രയും പറഞ്ഞ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി 2-3 കൂടെ ഉണ്ട്. ABC അനാലിസിസ്, അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ഈ 2 കാര്യങ്ങളും അതിന്റെ ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.